കേൾക്കുമ്പോൾ അല്പം കൗതുകവും ഒരു ഞെട്ടലുമൊക്കെ സമ്മാനിക്കാനിടയുള്ള വാർത്തയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇത്തിത്താനം മലങ്കുന്നം പൊടിപ്പാറ പള്ളിയിൽ പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിൽ പെരുന്നാൾ സമാപനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ഒരു ലേലം വിളി നടന്നു. ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എനിക്കൊരാൾ വാട്സപ്പിൽ അയച്ചു തന്നത് ഈ ലേലം വിളിയെക്കുറിച്ചുള്ള വാർത്തയാണ്. അത് വായിച്ച ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഗിരിരാജൻ കോഴി ലേലത്തിൽ പോയത് 25,010 രൂപയ്ക്ക്. ആ വാർത്ത ഇങ്ങനെയാണ്, ഞാൻ പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കാം. ഗിരിരാജൻ കോഴിക്ക് ലേലത്തിൽ വില 25,010 രൂപ. ചങ്ങനാശ്ശേരി ആവേശമേറിയ ലേലം വിളിയിൽ ഗിരിരാജൻ കോഴിക്ക് 25,010 രൂപ ലേലം വീണപ്പോൾ പള്ളിമുറ്റത്ത് തിങ്ങി നിറഞ്ഞ ജനം പറഞ്ഞു, ഗിരിരാജ നീയാട രാജ. ഇത്തിത്താനം മലങ്കുന്നം പൊടിപ്പാറ തിരുക്കുടുംബ പള്ളിയിലെ പെരുന്നാളിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നടന്ന ലേലം വിളിയിലാണ് ഒരു കോഴിക്ക് വൻതുക ലേലം വീണത്. ഇടവകാംഗമായ നെടുമ്പറമ്പിൽ സിബിച്ചനാണ് ഈ തുക നൽകി കോഴിയെ സ്വന്തമാക്കിയത്. മത്സരിച്ചുള്ള ലേലം വിളിക്കാണ് തിങ്ങി നിറഞ്ഞ പള്ളി അങ്കണം സാക്ഷ്യം വഹിച്ചത്. ലേലം പെരുപ്പിക്കാൻ കമന്ററിയുമായി വികാരി ഫാദർ ഡോക്ടർ സോണി മുണ്ടുനടക്കിലും ഉണ്ടായിരുന്നു. വാർത്ത ലഭിച്ചത് ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ രൂപത്തിലായതുകൊണ്ട്, നിങ്ങൾ കണ്ടതുപോലെ അങ്ങനെ ആയതുകൊണ്ട് സംഭവം സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത എൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ച് കാര്യം തിരക്കി. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു, അതിൽ വാസ്തവമുണ്ടോ? അവർ എന്നോട് തിരിച്ചു ചോദിച്ചത്, കൊള്ളാം, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നതെന്നായിരുന്നു. ചിലർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അയച്ചു തന്നു. അത് കണ്ട് ഞാൻ വീണ്ടും ഞെട്ടി. സംഭവം ഉള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ എനിക്കിഷ്ടമായത് ആ ലേലം വിളിയുടെ ആവേശമാണ്. ഇടവ വികാരി അത് കൈകാര്യം ചെയ്ത രീതിയാണ്. ഇപ്പൊ കോഴിയുടെ കണ്ണൊന്ന് തുറന്നു. 15,000 രൂപ, 15,000 രൂപ, 20,000 രൂപ. കോഴിയുടെ കണ്ണ് തുറന്നു. ഇപ്പോഴാ കോഴിയുടെ കണ്ണ് തുറന്ന്. 20,000 രൂപ, 20,000 രൂപ, 20,000 രൂപ. എത്രയാ? 25,000 രൂപ, 25,000 രൂപ. കോഴി ഇപ്പോഴാ നേരെ നിന്നത്. കോഴി ഉണർന്നു. 25,000 രൂപ, 25,000 രൂപ, 25,000 ഒരു കോഴി. 25,010 രൂപ. സിബിച്ചൻ ഈ കോഴിയെ പള്ളിയിൽ നിന്ന് വിടുകയല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. 25,010 രൂപ, 25,010 രൂപ. തിരുക്കുടുംബക്കാർക്കാണ് 25,010 രൂപ. 25,010 രൂപ ഒരു തരം. 25,010 രൂപ അത്ര വിളിച്ചു ആരുമില്ല. 25,010 രൂപ, 25,010 രൂപ രണ്ടു തരം. നമുക്കറിയാം, നാട്ടിൽ ആഘോഷങ്ങളും പെരുന്നാളും ഒക്കെ വരുമ്പോഴായിരിക്കും ഇടവകക്കാർ എല്ലാവരും പലയിടങ്ങളിൽ ജോലിക്ക് പോയവരും പഠിക്കാനായി പോയവരും ഒക്കെ ഒന്നിച്ചു കൂടുക. അതെല്ലാവർക്കും ഒരു ആവേശമായിരിക്കും. പെരുന്നാൾ കഴിഞ്ഞുള്ള ലേലം വിളി കൂടിയാകുമ്പോൾ അതൊരു പ്രത്യേക ആവേശമായിരിക്കും. എത്ര കൂടുതൽ തുക കൊടുക്കേണ്ടി വന്നാലും അത് പള്ളിക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആവേശം ഇരട്ടിയാകും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. എന്തായാലും ഞാൻ ചുമ്മാതൊന്ന് ഗൂഗിളിൽ ഇപ്പോഴത്തെ ഗിരിരാജൻ കോഴിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഗൂഗിളിൽ ഒന്ന് പരതി. ഒരു കാര്യം ഉറപ്പാണ്, തൻ്റെ വില കേട്ട കോഴിയുടെ കണ്ണ് തുറക്കുക മാത്രമല്ല, കണ്ണ് തള്ളി പുറത്തേക്ക് പോന്നിട്ടുണ്ടാവുമെന്ന് തീർച്ചയാണ്.